ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഊണ് വ്ളോഗും കൊണ്ടാണ്. ഇത് തയ്യാറാക്കാൻ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ മതി കേട്ടോ. നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്നാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഊണ് വ്ളോഗാണ്. പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. കാരണം അടിപൊളി ടേസ്റ്റ് ആട്ടോ സംഭവം. മീനില്ലാത്ത മീൻ കറിയുടെ റെസിപ്പി, അതായത് നമ്മുടെ വെണ്ടയ്ക്ക തേങ്ങ അരച്ചിട്ടുള്ള കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു പയർ മെഴുക്കുവരട്ടിയുണ്ട്, അതുപോലെ കുരുമുളകിട്ട് ഫ്രൈ ആക്കിയ മത്തിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ അരി നേരത്തെ തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പെട്ടെന്ന് കുക്കാവാനും, പിന്നെ രണ്ടാമതായിട്ട് അരിയിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പം ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ആദ്യം ഒന്ന് കഴുകി, എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കഴുകലൊക്കെ കഴുകുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഡബിൾ ഹോസിൻ്റെ മട്ട ഇട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഒരു വിസിലിൽ കുക്കായി കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് നോക്കാം. ഇന്ന് വെണ്ടക്ക കറി ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടുള്ള വെണ്ടക്കക്കറിയാണ്. മസാലക്കറി ഉണ്ടല്ലോ, അതാണ്. അത് മീനില്ലാത്ത മീൻ കറി എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഭവമാണ്. അത്രയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. 1/2 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഫ്രഷായിട്ട് കൊണ്ടുവന്നതാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ ഡെലിവറി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ കഴുകുന്നുണ്ട്. കാരണം അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൽ ഈ ചെളുക്ക പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് ഒന്നും കൂടി കഴുകുകയാണെങ്കിൽ ആ ചെളുക്ക നന്നായിട്ട് പോയി കിട്ടും. അല്ലെങ്കിൽ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെളുക്ക കാണാൻ ചിലപ്പം വായി കുടുങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് നോക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ നിറയെ എടുത്തോളൂ കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങയുടെ നീര്, അത് ഞാൻ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു 2 ടീസ്പൂൺ നിറയെ, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഉപ്പ് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കാക്കിയിട്ട് മസാല റെഡിയാക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത് കേട്ടോ. അതുപോലെ ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി എടുക്കുക. പിന്നെ ഉപ്പും പുളിയൊക്കെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക മസാല, എന്നിട്ട് വേണം മീൻ ചേർത്ത് കൊടുക്കാൻ. മീനൊന്നും വരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പലരും പറയാറുണ്ട് മസാല ഒന്നും മീനിൽ പിടിക്കുന്നില്ല എന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൂസായിട്ടായിരിക്കും മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടാണ്. ഇതിലിപ്പോൾ വെള്ളം ഒട്ടും തന്നെ കാണുന്നുണ്ടാവില്ല, പക്ഷെ നന്നായിട്ട് മസാല സെറ്റാവും. ഇനി നമുക്ക് അതവിടെ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി അപ്പോഴേക്ക് നമുക്ക് വെണ്ടക്ക കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനെന്താ ഇതുപോലെ 250 ml കപ്പിൽ ഒരു കപ്പ് തേങ്ങ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങയുടെ. പലരും ചോദിക്കാറുണ്ട് തേങ്ങ എത്ര എടുത്തെന്നുള്ളത്. അപ്പം നമ്മൾ ഒരു തേങ്ങ മുഴുവനായിട്ട് എന്ന് പറയുമ്പോൾ ചെറിയ തേങ്ങയും വലിയ തേങ്ങ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കപ്പിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്. അപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ചെറിയുള്ളി, 2 വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂണിൽ കുറച്ച് കുറവ് വലിയ ജീരകം. ഒരുപാടൊന്നും വലിയ ജീരകം ചേർക്കരുത് കേട്ടോ. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണിൽ കുറച്ച് കുറവ്. ഒരുപാട് മല്ലിപ്പൊടി ഒന്നും ചേർക്കരുത്. മുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തോളൂ, നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കേട്ടോ. പിന്നെ അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആ സെയിം കപ്പിൽ തന്നെ. എന്നിട്ട് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരക്കണം. അത് കട്ടകളൊന്നും പാടില്ല, നല്ലോണം സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കുമ്പം സ്മൂത്തായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിലൊന്നും പേസ്റ്റ് ആക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക. നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ടാവും കേട്ടോ. വെണ്ടയ്ക്ക ഒരുപാട് ആവാനും പാടില്ല. അപ്പോൾ പച്ചമുളക് ആദ്യം തന്നെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. ചട്ടിയിലാണ് നമ്മളിപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാൻ 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, അതിൻ്റെ ഒരു 1/2 കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. പുളിയും അതുപോലെ ഈ മസാല ഒന്നും കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ തക്കാളി ഇതാ
1.5 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്നും കഷ്ണങ്ങളാക്കാം. ഭയങ്കര കുഞ്ഞതായിട്ട് അരിയേണ്ട, ഒരു മീഡിയം സൈസ്ഡ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തോളൂ. ഇതിലൊക്കെ ആ ടേസ്റ്റിൻ്റെ ഇത് കെടുക്കുന്നുണ്ട്. ഭയങ്കര ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തക്കാളി അതിലാണ്ട് ഉടഞ്ഞു പോവും. അപ്പം ആ ടേസ്റ്റ് വേറെ ആയിരിക്കും. പക്ഷേ ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു മസാല അരച്ചിട്ടുള്ള തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളി ഞാനൊരു ചെറിയ പീസ് പുളി എടുത്തിട്ടുള്ളൂ, കാരണം തക്കാളിയുടെ പുളി ഉണ്ടാവും ഓൾറെഡി. അപ്പം പുളി നോക്കുക ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട്, വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ചെറിയൊരു പീസ് പുളി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും തിളപ്പിക്കേണ്ട. അപ്പോൾ ഇത് ഒന്നാണ്ട് കുക്കാക്കണം. ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്ത ശേഷമാണ് നമ്മളിതിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മസാല നന്നായിട്ട് കുക്കായി കിട്ടില്ല. ഇനി വെണ്ടയ്ക്ക ഭയങ്കര ചെറുതായിട്ടല്ല അരിയേണ്ട, ഒരു ചെറിയൊരു ഈ ഒരു പരുവത്തിൽ ഞാൻ അരിഞ്ഞ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ചില സമയത്ത് ഞാൻ ഈ വെണ്ടയ്ക്ക എല്ലാം കൂടി ഒരുമിച്ച് ഇതുപോലെ തിളപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല കുക്കായിട്ടാണ് ശരിക്കും പോലെ കിട്ടില്ല, എന്നാലോ വെണ്ടയ്ക്ക ഓവറായിട്ട് കളറൊക്കെ ഒന്ന് മാറും വരും, ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം മസാല ഒന്ന് 5 മിനിറ്റ് ഒന്ന് കുക്കായ ശേഷം തിളച്ച ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താൽ മതി. അതിനിപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല, പക്ഷേ വെണ്ടയ്ക്ക ഓവറായിട്ട് കുക്കായി പോകും മസാല കുക്കാകുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് പയറൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ പലപ്പോഴും നമുക്കുള്ളൊരു കൺഫ്യൂഷനാണ്, തേങ്ങ അരച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല എന്നും പറയും, ഇതിപ്പോൾ നമ്മൾ നന്നായി തിളപ്പിക്കുന്നുണ്ടെന്നും പറയും. അതെന്താ വെച്ചാൽ തേങ്ങ മസാല ഇല്ലാണ്ട് അരച്ചിട്ട് നമ്മൾ ചൂടാക്കുമ്പം അത് ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും. പക്ഷേ നമ്മൾ മസാല ചേർത്തിട്ട് തേങ്ങ അരക്കുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും അല്ല, കുറച്ചധികം കുക്ക് ചെയ്യണം, ആ മസാല കുക്കാവുന്ന വരെ കേട്ടോ. അപ്പോൾ നമുക്കിനി പയർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. പയർ ഈ ഒരു പീസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ആദ്യം ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ചൂടാക്കണ്ട കേട്ടോ. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, എല്ലാം കുറേശ്ശെ മതി കേട്ടോ, കുറച്ച് ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. പക്ഷേ അതിൻ്റെ ആ കുർക്കുമീൻ കണ്ടൻറ്റ് കൂടുതലും നമ്മുടെ ശരീരത്തിൽ കിട്ടണം എന്നാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. എന്നാലേ ആ കുർക്കുമീൻ കണ്ടൻറ്റ് മഞ്ഞൾപ്പൊടിയുടെ ശരിക്കുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളകും മഞ്ഞളും കൂടി ഒരുമിച്ച് ചേർക്കണം, മഞ്ഞൾപ്പാലിൽ കുരുമുളക് പൊടി ചേർക്കുന്നതൊക്കെ പറഞ്ഞത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ അവിടെ കുറച്ച് വെള്ളം തിളച്ചിട്ട് അതവിടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ പയർ ഉപ്പേരി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വെണ്ടയ്ക്ക കറിയിലോട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ഇട്ട പാട് ഭയങ്കര കൊഴുപ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക, കറി ഭയങ്കര തിക്കായിട്ടൊക്കെ തോന്നും. അപ്പം ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം കുറച്ച് കഴിഞ്ഞാൽ ആ കൊഴുപ്പൊക്കെ പോകുമ്പോൾ ഭയങ്കര ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനെന്താ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഇത് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ പയർ മെഴുക്ക് വരട്ടിൻ്റെത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറന്നു പോകണ്ട കേട്ടോ. വെണ്ടക്ക കറിയിലോട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പ് പുളിയൊക്കെ പാകമാണോ നോക്കാം കേട്ടോ വെണ്ടക്ക കറിയുടെ. അപ്പോൾ അതാ പയറിൻ്റെത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. പയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് വേറെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ചേർത്ത ശേഷം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. വെണ്ടയ്ക്കയുടെ കളറ് മാറുമ്പോഴാണ് നമ്മളെ കറി റെഡിയായെന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലൊരു പച്ച കളറായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ പച്ച കളറൊന്ന് മാറി ചെറിയൊരു കുക്കായ പോലെ നമുക്ക് മനസ്സിലാവും. ആ വെണ്ടയ്ക്കയുടെ കളറ് മാറുമ്പോൾ അപ്പോഴാണ് നമ്മുടെ കറി സെറ്റ് ആവുക കേട്ടോ. അതുപോലെ കണ്ടോ, തിക്നെസ് ഒരുപാട് ലൂസ് ആവരുത് കേട്ടോ, ഒരു മീഡിയം തിക്നെസ്സും വേണം. അപ്പോൾ അത് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഭയങ്കര ഡാർക്ക് ഗ്രീനൊക്കെ പോയി നല്ലൊരു പാകത്തിലുള്ള കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കായെന്ന് മനസ്സിലാവും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. ഇനി വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്ട്സിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ, അതേപോലെ തന്നെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പയർ മെഴുക്ക് വരട്ടി ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറിയുള്ളി, ഒരു 4 ചെറിയുള്ളി ഒന്നടി ചതച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ചാൽ മതി, പേസ്റ്റ് ഒന്നും ആക്കരുത്, കട്ട് ചെയ്യുകയും ചെയ്യരുത്. ചതച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക.
പിന്നെ അതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തോളൂ. ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം കുരുമുളക് പൊടി ഓൾറെഡി ചേർത്തല്ലേ. എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. എന്നിട്ട് ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു ചെറിയ ഉള്ളി നമ്മളിപ്പോഴല്ലേ ചേർത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ. ആ ചെറിയ ഉള്ളിൻ്റെ ഫ്ലേവറും അതുപോലെ ചില്ലി ഫ്ലേക്സിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. വെണ്ടയ്ക്ക കറി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി വറവിട്ട് കൊടുക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ആക്കാനുണ്ട്, വറവിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ആദ്യം ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഉലുവ മതി കേട്ടോ. അതിനുശേഷം ചെറിയ ഉള്ളി ഒരു 2-3 ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒന്നുകൊണ്ട് വറുത്തെടുക്കുക. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഏകദേശം വറുത്ത് കഴിഞ്ഞാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഈ മുളക് പൊടി ലാസ്റ്റ് ഇതാ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളറിലായിരിക്കും നമ്മൾ കറി ഇട്ടുക കേട്ടോ. അത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും വെജ് കറി ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറല്ലേ നമ്മുടെ കറിക്ക്. അപ്പോൾ നമ്മളെ വെണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട്. മീനില്ലാത്ത മീൻ കറി ആട്ടോ. അത് സംഭവം മീൻ കറിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരുപാട് വെളിച്ചെണ്ണയിൽ നിങ്ങൾ ഫ്രൈ ആക്കരുത് കേട്ടോ. ഏത് മീനാണെങ്കിലും ഒരുപാട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കിയാൽ മസാല ഒക്കെ അതിൽ പോവും. അപ്പം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എണ്ണ നല്ലോണം ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. മസാലയോട് കൂടിയിട്ട് തന്നെ മീൻ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മീനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലോണം മസാലയോട് കൂടിയിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ മീൻ കാണാൻ മസാല അടി പിടിക്കുന്നതും മീൻ എന്താ പറയുക വിളർത്തുങ്ങാണ്ടൊക്കെ എടുക്കുന്നതൊക്കെ ആ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. ഏകദേശം ആ ഒരു വശം കുക്കായി കഴിഞ്ഞാൽ മാത്രം മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ ആ തോല് അടി പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും പലരും എന്നോട് പറയാറുണ്ട് മീൻ ഫ്രൈ ആക്കുമ്പോൾ മസാലയുടെ കൂട് കിട്ടുന്നില്ല, ഒരു എല്ലാം ഉടഞ്ഞു പോകുന്നു എന്നൊക്കെ. അപ്പോൾ അത് നല്ല നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഉടഞ്ഞൊന്നും പോകില്ല. അപ്പോൾ 2 വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ മീൻ നല്ല ക്രിസ്പായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല കുരുമുളകിട്ട് ഫ്രൈ ആക്കിയുള്ള മത്തിയാണ്. ചെറിയ മത്തിയാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ല. ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ, വെണ്ടയ്ക്ക കറിയും പയറും മെഴുക്കുവരട്ടിയും ഈ മത്തി ഫ്രൈയും കൂടെയുള്ള ഒരു ചോറിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ, അത് ഭയങ്കര നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പലരും മീൻ കറിയും മീൻ ഫ്രൈയും കൂടി കഴിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മീൻ ഫ്രൈ ഉണ്ടാകുമ്പം ഒരിക്കലും മീൻ കറി കൂട്ടരുത്. പച്ചക്കറി കറിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മസാല കറിയൊക്കെ കഴിക്കുമ്പം അപ്പോഴാണ് ആ മീനിൻ്റെ ടേസ്റ്റ്, ഫ്രൈയിൻ്റെ ടേസ്റ്റ് പ്രത്യേകം നമുക്ക് അത് കിട്ടുന്നത്. കറിയും ഫ്രൈയും ഒരേപോലെ മീനിൻ്റെ ടേസ്റ്റ് ആകുമ്പം എനിക്കറിയില്ല, എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടമല്ല. അതേപോലെ തന്നെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂടി കഴിക്കുമ്പോൾ നമുക്ക് കറിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ കറിയിലുള്ള ചിക്കൻ നമ്മൾ അധികം കഴിക്കില്ല. ഫ്രൈ മേലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ചിക്കൻ കറിയും സൈഡ് ഡിഷ് മാത്രമേ ഉള്ളൂ, ഫ്രൈ ഇല്ല, ചിക്കൻ ഫ്രൈ ഇല്ല എന്നാണെങ്കിൽ നമ്മൾ ചിക്കൻ കറിയിലെ ചിക്കനെ മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് എല്ലാവർക്കും. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഊണ് വിഭവങ്ങൾ. എല്ലാവർക്കും ഊണ് വിഭവങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.